ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തക്കാളിയുടെ ചെടി നല്ലതുപോലെ വളരുന്നില്ല, നിറയെ കായ്ക്കുന്നില്ല എന്നൊക്കെ പല ആളുകളും കമൻറ്റ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന തക്കാളിയുടെ വിത്തുകളാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള വിത്തുകളോ അല്ലെങ്കിൽ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി പഴത്തിനകത്തുള്ള വിത്തുകളോ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിത്തുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമല്ലോ. അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാവേ. ഇത്രയും വിത്തുകളാണ് ഈ പാക്കറ്റിനകത്തുള്ളത്. കണ്ടോ, ഇഷ്ടംപോലെ വിത്തുകളുണ്ടേ. ഒന്നുപോലും കളയണ്ട, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. അങ്ങനെ ഈ വിത്തുകൾ എടുത്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട് ഇടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഇതിനകത്തോട്ട് ശകലം സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കുക. ഇത് സ്യൂഡോമോണാസ് ആണേ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്യൂഡോമോണാസ്, ഒരു 1/2 സ്പൂൺ സ്യൂഡോമോണാസ് മതിയേ. അതിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി, കണ്ടോ, ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനകത്ത് ഈ വിത്തുകൾ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മളൊരു ഇട്ട് വെക്കണം. അത് ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളേ. അതിപ്പം ഇതുപോലുള്ള ചെറിയ തക്കാളിയുടെ വിത്തുകളായാലും വഴുതനയുടെയൊക്കെ വിത്തുകളായാലും ബീൻസിൻ്റെ വിത്തുകളായാലും ഇതേപോലെ 2 മണിക്കൂർ നമ്മളെ സ്യൂഡോമോണാസിനകത്ത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം സീഡ്ലിംഗ് ട്രേ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ചെറിയ ചട്ടികൾക്കകത്തോ പാത്രങ്ങൾക്കകത്തോ നമ്മുടെ പോട്ടിംഗ് മിക്സ് എടുത്തിട്ട് അതിനകത്ത് വിത്തുകൾ പാകി ചകിരിച്ചോറോ എന്തെങ്കിലും ഇട്ട് മൂടി വെള്ളം തളിച്ച് വെച്ചിരുന്നാൽ ഒരു 3-ാമത്തെ ദിവസമാകുമ്പോൾ തന്നെ കിളിർത്ത് വരും. ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇതുപോലെ നമ്മൾ വെള്ളത്തിനകത്ത് കുതിർത്തിട്ട വിത്തുകളില്ലേ, കുതിർത്ത വിത്തുകൾ ഞാൻ ഇതുപോലെ തുണിക്കകത്ത്, നനവുള്ള തുണിക്കകത്ത് നമ്മൾ എടുത്തു വെക്കും. ഞാൻ നിങ്ങളോടത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കണ്ടോ, ഇതുപോലെ മുളച്ചത് കണ്ടോ. ഇനി മുളച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് എവിടെയാണോ ഏതെങ്കിലും പാത്രത്തിനകത്തെ മണ്ണിനകത്തേക്ക് എടുത്തു വെച്ചാൽ അത് അവിടുന്ന് നേരെ തന്നെ കിളുത്ത് വന്നോളുവേ. ഇതേ അങ്ങനെ ഞാൻ കിളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, അവിടെ ഇവിടെ ഓരോ കൂട്ടമായിട്ട് ഇടുന്ന. അപ്പം നമുക്കിതിനെ പൊക്കി ഇതിനകത്തു നിന്ന് എടുത്ത് വേറെ പാത്രത്തിനകത്തോട്ട് നടാനും എളുപ്പമാണ്. വേരൊന്നും പൊട്ടിപ്പോകത്തില്ല. പാകി മുളപ്പിച്ച തൈകൾ ഏകദേശം ഇത്രയും വലിപ്പമാകുമ്പോൾ മാത്രമേ നമ്മൾ മാറ്റി നടാവുള്ളൂ. ഏകദേശം 1 മാസം കൊണ്ട് തന്നെ ഇത്രയും വലിപ്പത്തിലെത്തിക്കിട്ടും. കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ തൈകളെയും എടുത്ത് ഇതുപോലൊരു പാത്രത്തിനകത്ത് കുറച്ച് സ്യൂഡോമോണാസ് ഇട്ട് കലക്കുവാണേ. അങ്ങനെ കുറച്ച് സ്യൂഡോമോണാസ് ഇട്ട് ഒരു 1/2 സ്പൂണ് സ്യൂഡോമോണാസിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനെ ആദ്യം നമ്മളൊന്നൊരു പേസ്റ്റ് പോലെ കലക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇത് മുഴുവനും വെള്ളത്തിനകത്ത് അലിയത്തില്ല, പൊടി പോലെ പൊങ്ങിക്കിടക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനൊന്ന് കുറച്ച് വെള്ളത്തിനകത്ത് സ്പൂണൊക്കെ ഇട്ട് ഇളക്കുവാണെങ്കിൽ നല്ല കാര്യമാണ്. കൈ കൊണ്ട് നമ്മൾ സ്യൂഡോമോണാസിനെ എടുക്കുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈ കൂട്ടി ഇളക്കാഞ്ഞത്. ഇങ്ങനെ നമ്മൾ സ്യൂഡോമോണാസ് എടുത്തിട്ട് അതിനകത്തോട്ട് ഇതുപോലത്തെ തൈകളില്ലേ, ഈ തൈകളെ ഇപ്പോൾ ഇതുപോലത്തെ സീഡ്ലിംഗ് ട്രേ ആണെങ്കിൽ ഒരു വേര് പോലും പൊട്ടാതെ നമുക്ക് തിരിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ എടുത്തിട്ട് ഈ വെള്ളത്തിനകത്ത് മുക്കി വെക്കണം. അതൊന്നും ഇളകി പോകത്തൊന്നുമില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 1/2 മണിക്കൂറെങ്കിലും മുക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ നടാൻ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കാര്യമായ കീടരോഗങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. ചെടി നല്ല പോലെ തഴച്ച് വളരുകയും ചെയ്യും കേട്ടോ. അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ സ്യൂഡോമോണാസിനകത്ത് ഇങ്ങനെ മുക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ നട്ടു വയ്ക്കാനൊരു സ്ഥലം കണ്ടെത്തണം. തക്കാളി മാറ്റി നടുമ്പം നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിനകത്താണ് നട്ടുപിടിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മണ്ണ് നിറച്ച് കരികിലയൊക്കെ ഇട്ട് തന്നെ മൂടി വെച്ചിരുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതിനകത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് ഞാൻ നല്ലൊരു കുഴി ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുവാണേ. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. അടിയിൽ നല്ലോണം ചപ്പും ചവറും ഒക്കെ ഇട്ട് നിറച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മണ്ണ് ഇതിനകത്ത്, നമ്മളുണ്ടാക്കുന്ന പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതേപോലെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് എല്ലുപൊടി. എല്ലുപൊടി എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഒരു ജൈവവളമാണ്. ചെടികളുടെ വേരുകൾ നന്നായി വളരുന്നതിനും അതുപോലെ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനും സഹായിക്കുന്ന ഒരു പ്രൈമറി മൂലകമാണ് ഫോസ്ഫറസ്. ആ ഫോസ്ഫറസ് അടങ്ങിയ ഏറ്റവും നല്ല ജൈവവളമാണ് എല്ലുപൊടി. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലുപൊടി ഇട്ടു. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേ
ചാണകപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏതിനം കമ്പോസ്റ്റ് വളം വേണമെങ്കിലും ഉപയോഗിക്കാം. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ വളവോ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കമ്പോസ്റ്റോ അല്ലെങ്കിൽ മേടിക്കുന്ന കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ കമ്പോസ്റ്റിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. അപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇതിനകത്തോട്ടിട്ടേ. ഈ ചാണകപ്പൊടിയുടെ മുകളിലോട്ട് ഞാൻ ഇടുന്നത് എന്നാണെന്നറിയോ? ഇത് മഞ്ഞൾപ്പൊടിയാണേ. ഈ മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതിനും അതുപോലെ മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യം ചെടികൾക്ക് വരാതിരിക്കാനും ഈ ബാക്ടീരിയൽ വാട്ടം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ നന്നായിട്ട് കുറഞ്ഞിരിക്കും നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ. പിന്നെ ഈ കീടങ്ങളെന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ വംശവർധന എപ്പോഴും നടക്കുന്നത് മണ്ണിൽ തന്നെയാണ്. അതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരളവ് വരെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ പറയല്ലേ തക്കാളിയുടെ ചെടി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു, വളർച്ചയില്ല എന്നൊക്കെ പറയല്ലേ, അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നല്ലോണം ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിനകത്തോട്ടാണ് നമ്മൾ സ്യൂഡോമോണാസിനകത്ത് മുക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചെടിയെ നട്ടു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 2 തക്കാളിയുടെ ചെടിയാണ് ഈ ഗ്രോ ബാഗിനകത്തേക്ക് നടുന്നത്. ഇത് നല്ല ആവശ്യത്തിന് വലിപ്പമുള്ള ഒരു ഗ്രോ ബാഗാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കണ്ടോ, തക്കാളിയെ നടുമ്പോൾ എപ്പോഴും നല്ല ആഴത്തിൽ നടണം പറ്റുന്നത്ര. പിന്നെ ബാക്കി മുകളിലോട്ട് മണ്ണിട്ട് കൊടുത്ത് മൂടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഉണ്ടോ, ഉണങ്ങിയ ഇലകൾ ചുവട്ടിലിടുവാണെങ്കിൽ നേരിട്ട് ചൂട് മണ്ണിലടിക്കാതിരിക്കുകയും അങ്ങനെ ചെടികളുടെ വേരുകൾക്ക് കേടുവരാതിരിക്കുകയും ചെയ്യും മൾച്ചിങ് ചെയ്യുമ്പം. അതുപോലെ മാത്രമല്ല, മൾച്ചിങ് ചെയ്തു കഴിഞ്ഞാൽ ചെടിയുടെ ചുവട്ടിൽ നനവും തണുപ്പും നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കളകൾ വളരുന്നത് കുറവാകുകയും ചെയ്യും. അങ്ങനെ പല ഗുണങ്ങളാണ് നമ്മൾ തക്കാളിയുടെ ചുവട്ടിൽ മൾച്ചിങ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ നട്ടുവെച്ച് കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും വെള്ളം, ഇപ്പം ഞാനിത് കുറച്ച് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം തന്നെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇവരിവിടെ ഇരുന്ന് വളർന്നോളും. ഇത് കണ്ടോ, ഇത് ഒരു കുറച്ച് വളർന്ന് പൂ പിടിച്ച് തുടങ്ങിയിട്ടുള്ളൊരു തക്കാളിയാണ്. അപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് തക്കാളിയിൽ നിറയെ പൂക്കൾ വരുന്നുണ്ട്, കായ്കൾ ഉണ്ടാകുന്നില്ല. നമ്മൾ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് തക്കാളി വളർത്തുന്നത്. തക്കാളിക്ക് ഏറ്റവും നല്ല ചൂടിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 24 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് തക്കാളിക്ക് ഏറ്റവും അനുയോജ്യമായ താപനില. അത് അവരൊരു 30 ഡിഗ്രി വരെയൊക്കെ ആണെങ്കിലും അവർ അത് സഹിക്കും. പക്ഷേ അതിനും മുകളിൽ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ അന്തരീക്ഷ താപനില വളരെ കൂടുതലായിരുന്നു. അത്രയും ഉയർന്ന ചൂട് വരുന്നതാണ് നമ്മളുടെ തക്കാളി ചെടിയിലെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാൻ കാരണം. അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചൂട് കണ്ടമാനം കൂടുന്നതിനനുസരിച്ച് ഈ പൂക്കളിലെ പൂമ്പൊടി ഉണങ്ങിപ്പോകുന്നത് കൊണ്ട് പോളിനേഷൻ നടക്കാത്തതാണ് പൂക്കൾ കായ്കളായി മാറാത്തതും പൂക്കൾ കൊഴിഞ്ഞു പോകാനുമുള്ള കാരണം. പിന്നെ നമ്മളിത് ഇപ്പോൾ ഇതുപോലെ വളർന്നിട്ട് കണ്ടോ, കഴിഞ്ഞ കാറ്റൊക്കെ വന്ന സമയത്ത് മറിഞ്ഞു പോയതാണ് ഈ ചെടിയെ. അപ്പം നമ്മളിതിനെ ഒന്നുകിൽ നല്ല കമ്പ് വെച്ച് കുത്തി കെട്ടി മുകളിലോട്ട് നിർത്തണം, അല്ലെങ്കിൽ ഞാനിപ്പോഴും ചെയ്യുന്ന ഇതുപോലെ മുകളിലോട്ടൊരു കയറ് കെട്ടിയിട്ട് അതിലേ കൂടെ കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അത് ഇതുപോലെ വരുന്ന സക്കർ കണ്ടോ, കമ്പുകളുടെയും തണ്ടിൻ്റെയും ഇലയുടെയും ഇടയ്ക്ക് വരുന്ന ഈ സക്കർ, ഇതുപോലുള്ള സക്കറുകളെ നമ്മൾ അടർത്തിയെടുത്ത് പുതിയ തൈകളായിട്ട് മാറ്റി വളർത്താം. അതുപോലെ ഈ ചുവട് ഭാഗത്തുള്ള കുറച്ച് ഇലകളൊക്കെ നമുക്കങ്ങ് ഒടിച്ചു കളയുകയും ചെയ്യാം. ഒന്ന് ചെടിയുടെ ഭാരം, ചുവട് ഭാരം കുറഞ്ഞിട്ട് അവർക്ക് നിവർന്ന് നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇലച്ചിൽ കുറയുന്നത് കൊണ്ട് എയർ സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അതുപോലെ കായ്ഫലം കൂടുകയും കീടാണുക്കൾ കുറഞ്ഞു കിട്ടുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളിത് ഇതുപോലെ ചുറ്റി കെട്ടിക്കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കമ്പിൻ്റെ സപ്പോർട്ട് കൊടുത്ത് മുകളിലോട്ട് കെട്ടിക്കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പറ്റിയാൽ നമുക്കിതിനെ ഇതിലേക്കൂടെ മുകളിലോട്ട് ചുറ്റി വിടാം. ഇനി ഇതിൻ്റെ ചവിട്ടി കണ്ടോ, ഇതുപോലെ വേരുകൾ പൊങ്ങി വരുന്നത് കണ്ടോ. ഇങ്ങനെ വേരുകൾ വരുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ മണ്ണ് കൂട്ടി കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇതുപോലെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൾച്ചിങ്ങിന് വേണ്ടി കണ്ടോ ഇതുപോലത്തെ ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുവാണേ. എത്ര മൾച്ചിങ് ചെയ്ത് കൊടുത്താലും അത്രയും നല്ലതാണ്. ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വീതം നമ്മുടെ ജൈവ സ്ലറി, നമ്മളുണ്ടാക്കി വെക്കുന്ന ജൈവ സ്ലറി ഉണ്ടല്ലോ, അത് നല്ലതുപോലെ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടിക്ക് നല്ല വളർച്ചയും കിട്ടും,
നല്ല വിളവും കിട്ടും. തക്കാളി വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിർബന്ധമായിട്ട് സ്യൂഡോമോണാസ് കലക്കി ചെടികളുടെ ചുവട്ടിലും ഇലകളിലും എല്ലാം തളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിന്ന നിപ്പിൽ ബാക്ടീരിയൽ വാട്ടം വന്ന് ചെടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.